രണ്ടത്താണിയിൽ അണ്ടർപാസിന് വഴി തെളിയുന്നു. നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിൽ വലിയ ഒരു പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. രണ്ടത്താണി ടൗണിൽ 7 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തിയാണ് റോഡ് കടന്നുപോകുന്നത്. ഇതോടെ രണ്ടത്താണി അങ്ങാടി രണ്ടായി വിഭജിക്കപ്പെട്ട സാഹചര്യത്തിലാണ് CPM ഹൈക്കോടതിയെ സമീപിച്ചത്. തുടർന്നാണ് അണ്ടർപാസിന് വഴി തെളിയുന്നത്. CPM ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൽ ഇടക്കാല ഉത്തരവിലാണ് രണ്ടത്താണിയിലും പരിസര പ്രദേശങ്ങളിൽ ഉള്ളവർക്കും ആശ്വാസമായി അണ്ടർപാസ് യാഥാർത്ഥ്യമാക്കുന്നത്. നാഷണൽ ഹൈവേൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് രണ്ടത്താണിയിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടു. നമുക്കറിയാലോ, അപ്പോൾ ഈ ഹൈവേൻ്റെ വികസനത്തിൽ അങ്ങാടിയിൽ ഏകദേശം 6-7 മീറ്ററോളം ഉയരത്തിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തുകൊണ്ട് രണ്ടത്താണി അങ്ങാടിയെ രണ്ടായി വിഭജിക്കുന്ന രൂപത്തിലാണ് ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വിഷയം ഉന്നയിക്കേണ്ടിയിരുന്ന MPയോ MLA ഒന്നും വിഷയത്തിൽ, പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒന്നും വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളതാണ് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലായത്. വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ച് നോക്കുമ്പോൾ അതിന് വിളിച്ച 3 യോഗങ്ങളിലും ആരും ബന്ധപ്പെട്ട MPയോ MLA അല്ലെങ്കിൽ ഈ സ്ഥലം MPയോ MLAയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ ആരും തന്നെ പങ്കെടുത്തില്ല എന്നുള്ളത് ബോധ്യമായി. അങ്ങനെ ഈ ഹൈവേ അതോറിറ്റി ഇങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി 2023 സെപ്റ്റംബർ 26-ാം തീയതി ഞാനും അതേപോലെ തന്നെ പള്ളിമാലിൽ ഫിറോസ്, മൂർക്കത്ത് മുഹമ്മദ് ഫാസിൽ, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുകളിങ്ങനെ വിളിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി പല ന്യായങ്ങളും പറഞ്ഞു, പക്ഷേ കോടതി അതൊന്നും അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 2024 ജനുവരി 3-ാം തീയതി കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ജനങ്ങൾക്ക് കിഴക്കുന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ടും കടക്കാൻ സൗകര്യത്തിൽ സൗകര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത് 2 മീറ്റർ വീതിയിലും ഉയരത്തിലുള്ള ഒരു ബോക്സ് കൾവർട്ട് കൊടുക്കാമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിച്ചിട്ടില്ല. കോടതി പറയുന്നത് ദീർഘവീക്ഷണത്തോടു കൂടി കാര്യങ്ങളെ കാണണം. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ അത് ദശാബ്ദങ്ങളോളം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ ഭാവിയെ കൂടി കണക്കിലെടുത്ത് അവിടെ ഒരു അണ്ടർപാസ് തന്നെ കൊടുക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും അത് 8-ാം തീയതിക്ക് മുമ്പ് 8-ാം തീയതി കോടതിയെ അറിയിക്കണമെന്നും ബഹുമാനപ്പെട്ട കോടതി നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ CPM പ്രവർത്തകരായ C. അബ്ദുൾ റസാഖ് എന്ന വാവ, ഫിറോസ് പള്ളിമാലിൽ, മുഹമ്മദ് ഫാസിൽ എന്നിവർ ഫയൽ ചെയ്ത കേസിലാണ് അണ്ടർപാസ് അനിവാര്യമാണെന്ന് NH അതോറിറ്റിയെ കോടതി അറിയിച്ചത്. ജനങ്ങളുടെ സൗകര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നടത്തുന്ന റോഡ് വികസനം ദോഷം ചെയ്യുമെന്ന് കോടതി ഓർമ്മപ്പെടുത്തി. വിധി പ്രസ്താവിക്കുന്നതുവരെ നിലവിലുള്ള സ്റ്റേ തുടരുന്നതാണെന്നും കോടതി പറയുന്നു. പ്രസ്തുത സ്ഥലത്ത് നടപ്പാത നിർമ്മിക്കുന്നത് സുരക്ഷിതത്വം അല്ലെന്നും അത് ദുർഘടം പിടിച്ചതിനായതിനാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി നടക്കാൻ കഴിയില്ല എന്നും കോടതി പറയുന്നു. ഇക്കാരണത്താൽ അണ്ടർപാസ് തന്നെ നിർമ്മിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. 8-ാം തീയതി കേസ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. രണ്ടത്താണി പ്രദേശത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് രണ്ടത്താണിയിലെ ഒരു അണ്ടർപാസ് അല്ലെങ്കിൽ ഒരു ബോക്സ് കൺവെർട്ടർ. ഏതെങ്കിലും ഒന്ന് അനുവദിച്ച് തന്നുകൊണ്ട് രണ്ടത്താണിയിലെ യാത്രാ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഇങ്ങനെ ഈ നാഷണൽ ഹൈവേൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രയാസം ജനങ്ങൾക്ക് വന്നപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിൽ ഇറങ്ങിത്തിരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ നമുക്ക് അനുകൂലമായ വിധികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബോക്സ് കൺവെർട്ടർ അനുവദിച്ച് കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം പോരാ, അണ്ടർപാസ് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ച് തരണമെന്ന് ഞങ്ങളുടെ വക്കീൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇവർ തിങ്കളാഴ്ച 8-ാം തീയതിയാണ് കേസ് എടുക്കുന്നത്. അനുകൂലമായി വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.